വയനാട് ജില്ലയുടെ വികസന പ്രശ്നങ്ങൾ ഉന്നയിച്ചും കേന്ദ്ര അവഗണനയ്ക്കെതിരെയും CPIM സംഘടിപ്പിക്കുന്ന വയനാട് മാർച്ച് ഇന്ന് ആരംഭിക്കും. വൈകുന്നേരം 4 മണിക്ക് കാട്ടിക്കുളത്ത് ആരംഭിക്കുന്ന മാർച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. വയനാട് ജില്ലയുടെ വികസന ആവശ്യങ്ങൾ ഉയർത്തിയും കേന്ദ്ര അവഗണനയ്ക്കെതിരെയും CPIM ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കാൽനട പ്രചാരണ ജാഥ വയനാട് മാർച്ച് ഇന്ന് ആരംഭിക്കും. വൈകിട്ട് 4 മണിക്ക് കാട്ടിക്കുളത്ത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ജാഥ ഉദ്ഘാടനം ചെയ്യും. 10 ദിവസം നീളുന്ന കാൽനട ജാഥയിലൂടെ ജില്ലയുടെ നീറുന്ന പ്രശ്നങ്ങൾ അധികൃതരുടെ മുൻപിലെത്തിക്കും. CPIMന്റെ നേതൃത്വത്തിൽ വയനാട് ജില്ലയിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന വയനാട് മാർച്ച് സംഘടിപ്പിക്കുകയാണ്. കേന്ദ്ര സർക്കാർ വയനാടിനോട് അങ്ങേയറ്റത്തെ അവഗണനയാണ് തുറന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അനുഭവമാണ്. ചുരൽമല മുണ്ടക്കൈ ദുരന്തത്തോട് പോലും അങ്ങേയറ്റം നിഷേധ നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് എന്നത് നമുക്കറിയാം. ഈ കാര്യത്തിലെല്ലാം വയനാടിന് വേണ്ടി ഇടപെടേണ്ട MP തികഞ്ഞ പരാജയമായിട്ടാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം. രാഹുൽ ഗാന്ധി ആയിരുന്നപ്പോഴും ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി ആയിരുന്നപ്പോഴും വയനാടിൻ്റെ ജീവൽ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ ഉന്നയിക്കാനോ അതെല്ലാം നേടിയെടുക്കാനോ ഉള്ള ഒരു ഇടപെടൽ നടത്താൻ വേണ്ടി തയ്യാറാവുന്നില്ല. ഇത്തരം വിഷയങ്ങളെല്ലാം ജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭപരമായി ഏറ്റെടുക്കുക എന്ന നിലയിലാണ് വയനാട് മാർച്ച് സംഘടിപ്പിക്കുന്നത്. 8 ഏരിയകളിലായാണ് പ്രകടനം നടത്തുക. ജാഥയിൽ 150 സ്ഥിരാംഗങ്ങളുണ്ടാകും. ഇവർക്ക് പുറമെ ഓരോ ഏരിയയിലും 500-ലധികം ആളുകൾ മാർച്ചിൽ അണിനിരക്കും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുൾപ്പെടെയുള്ള കേന്ദ്രത്തിന്റെ അവഗണന, ജില്ലയിലെ UDF ജനപ്രതിനിധികളുടെ വഞ്ചന, നവകേരള സൃഷ്ടി ലക്ഷ്യമാക്കിയുള്ള LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ തുടങ്ങിയവ ബഹുജനങ്ങളിലേക്ക് എത്തിച്ചാണ് പര്യടനം നടത്തുക. ദുരന്ത പുനരധിവാസത്തിനും വന്യമൃഗശല്യ പ്രതിരോധത്തിനും സംസ്ഥാനം കേന്ദ്രത്തിന് സമർപ്പിച്ച പ്രത്യേക പാക്കേജുകൾ അംഗീകരിക്കുക, വനം വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യുക, കോഴിക്കോട് കൊല്ലകൾ ദേശീയപാതയിലെയും ബാവലി മൈസൂരു പാതയിലെയും രാത്രിയാത്രാ നിരോധനം നീക്കാൻ കേന്ദ്ര കർണാടക സർക്കാരുകൾ ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങളും ജാഥയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, വയനാട്.